ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. നമുക്കതിൻ്റെ എയിമൊക്കെ ഒന്ന് പരിചയപ്പെടാം. ടു അനലൈസ് ദ ചേഞ്ചസ് ഇൻ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു സം സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദ ഡെഫിനിഷൻ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് അറിയാം, ആ ഗ്രാഫിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ ഗ്രാഫിനുണ്ടാകുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ലാബാണ്. കൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. കൺസെപ്റ്റ് ഇതാണ്: ഇഫ് യു നോ ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, വി ക്യാൻ ഒബ്റ്റെയിൻ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എ, എഫ് ഓഫ് എക്സ് പ്ലസ് എ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് മൈനസ് എക്സ് ബൈ ട്രാൻസ്ലേഷൻ ഓർ റിഫ്ലക്ഷൻ. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് അറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ വരുത്തുന്ന മാറ്റം, അതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് എ വരുത്തുന്ന മാറ്റം, മൈനസ് എഫ് ഓഫ് എക്സ് വരുത്തുന്ന മാറ്റം, എഫ് ഓഫ് മൈനസ് എക്സ് വരുത്തുന്ന മാറ്റം, ഇതൊക്കെയാണ് നമ്മളതിനകത്ത് വരുത്തുന്നത്. ഈ മാറ്റങ്ങൾ വരുമ്പോൾ ചില മാറ്റങ്ങൾ അതിൻ്റെ ഡൊമെയിനും റേഞ്ചിനും വരുന്നുണ്ട്. ചേഞ്ചസ് കോസ്ഡ് ടു ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ദീസ് ട്രാൻസ്ലേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ലാബിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ലാബ് മനസ്സിലാക്കുന്നതോട് കൂടി നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒക്കെ നമുക്ക് മനസ്സിൽ നിന്ന് ചിന്തിച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലാബ് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷിഫ്റ്റിങ്ങും റിഫ്ലക്ഷനും ഒക്കെ കൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്, അതിൻ്റെ ഡൊമെയിനും റേഞ്ചിലും എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ 4 ആക്ടിവിറ്റിയാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആക്ടിവിറ്റി 2.1 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ പ്രൊസീജിയർ എന്ന് പരിചയപ്പെടാം. ആദ്യം പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ലൈഡർ ഉണ്ടാക്കാൻ പറഞ്ഞു വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്നൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സ്ലൈഡർ മൂവ് ചെയ്യിച്ചിട്ട് ജി ഓഫ് എക്സിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ ആൻഡ് സ്ലൈഡർ. ഫംഗ്ഷനും മാറ്റിയിട്ട് മോഡുലസ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്, എക്സ് ക്യൂബ്, ഇത്തരം ഫംഗ്ഷനൊക്കെ മാറ്റിയിട്ട് അത് അതിൻ്റെ ഒബ്സർവേഷൻസ് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ജിയോജിബ്ര ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ ഞാൻ ഇൻപുട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ എന്നാണ് ഗ്രാഫ് ഞാനിവിടെ വരച്ചു. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ലൈഡർ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനൊരു സ്ലൈഡർ ഇവിടെ നിന്ന് എടുത്തു, ഞാൻ ഇവിടെ ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സ്ലൈഡറിൻ്റെ ഇൻക്രിമെൻറ്റ് 0.1 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ 0.1, ബാക്കിയൊന്നും അതിൽ മാറ്റം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്ലൈഡറിൻ്റെ പേര് എ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫും വരച്ചിട്ടുണ്ട്. അത് റെഡ് കളറിലാണ് ഇപ്പോൾ ജി ഓഫ് എക്സ് കാണുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വേർതിരിച്ച് അറിയാനും സാധിക്കുന്നുണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമുക്കുണ്ടായിരുന്ന എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ സ്ലൈഡറെ മൂവ് ചെയ്യിച്ചിട്ട് ജി ഓഫ് എക്സിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഞാനിതൊന്ന് മൂവ് ചെയ്യിക്കുകയാണ്. ഇത് പല രീതിയിൽ മൂവ് ചെയ്യിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അത് അനിമേറ്റ് ചെയ്യും. അനിമേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വേണ്ടൊരു ബട്ടൺ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ട്രേസും കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ട്രേസ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്യുകയും ചെയ്യും. ഇനിയും നമുക്ക് അനിമേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മാറ്റം ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൈ ആക്സിസിലൂടെ സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഒറിജിനലായിട്ടുണ്ടായിരുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ൻ്റെ കൂടെ എ എന്ന് പറയുന്നത് ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലായിട്ടാണ് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുക. ഞാൻ തൽക്കാലം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിൽ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ ഇപ്പോൾ നമ്മൾ ട്രേസ് കളയണമെന്നുണ്ട്, അത് ട്രേസിൽ നിന്ന് കളയാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഈ ഫംഗ്ഷൻ മാറ്റിയിട്ട് മോഡക്സ് ഒക്കെ മാറ്റണമെന്ന്. അതിന് ഞാൻ ട്രേസ് അങ്ങ് കളയാണ്, ട്രേസ് വേണ്ട. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, അതാണ് കുറച്ചുകൂടെ സൗകര്യം. നമുക്കിത് മാറ്റാം, ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് മാറ്റാം, എന്നാൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം ശ്രമിക്കാം. ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിങ്ക്ഡ് ഓബ്ജക്ട്സിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ, ഓക്കെ. അപ്പോൾ അത് എടുത്തു. ഇനിയും വേണ്ടത് സ്ലൈഡറിനും ഒരു ഇൻപുട്ട് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എ ഈക്വൽ ടു എന്ന് തന്നെ അതിന് പേര് കൊടുക്കുന്നു. സ്ലൈഡർ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, രണ്ടും ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് മോഡക്സ് ആക്കാനാണ് പറയുന്നത്. ഫങ്ഷൻസ് മാറ്റിക്കൊടുത്ത് ഈ ഒബ്സർവേഷൻ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഒന്ന് ഉറപ്പിക്കുക. എ ബി എസ് ബ്രാക്കറ്റിനകത്ത് എക്സ് ആണ് മോഡക്സിൻ്റെ ഗ്രാഫ് എന്ന്. ഇപ്പോൾ ട്രേസ് കിടക്കുന്നുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് അവിടെ വന്നത്. ജസ്റ്റ് കൺട്രോൾ എഫ് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകും. സെയിം കാര്യം നമ്മൾ വീണ്ടും അനിമേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് വൈ ആക്സിന് പാരലായിട്ടാണ് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നതെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്ലോർ ഫംഗ്ഷനാണ്. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ FLOR ബ്രാക്കറ്റിനകത്ത് എക്സ്. ഓക്കെ, ഫ്ലോർ ഫംഗ്ഷൻ ഞാൻ വീണ്ടും അതൊന്ന് അനിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത് വൈ ആക്സിസിന് പാരലായിട്ടാണ് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടെ എക്സ് ക്യൂബ് കൊടുക്കണം. നമുക്ക് അതും കൂടെ ഒന്ന് കൊടുക്കാം, എക്സ് ക്യൂബ്. ഓക്കെ, ഷിഫ്റ്റിംഗ് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന രീതിയിലാണ് ഫംഗ്ഷൻ മാറ്റുന്നതെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷനിൽ നിന്നും എൻ്റെ മാറ്റം എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലായിട്ടുള്ള മാറ്റമാണ് സംഭവിക്കുക. ഇപ്പോൾ ഞാനിവിടെ നിർത്തുകയാണെന്ന് കരുതാം. ഇപ്പോൾ നമ്മുടെ ഈ റെഡ് കളർ എന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3.4 ആണ്. ഓക്കെ, ഡൊമൈനും റേഞ്ചിനും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും 6 ആണ് എക്സ് ക്യൂബ് ആയതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ഷിഫ്റ്റിംഗ് നടത്തിയതിൻ്റെ ഗ്രാഫിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെയും ഡൊമൈനും റേഞ്ചും 6 തന്നെയാണ്. പക്ഷെ ഞാൻ എക്സ് സ്ക്വയർ ആണ് എൻ്റെ ഫംഗ്ഷൻ എങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഗ്രീൻ കളറാണെന്ന് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്. പക്ഷേ റേഞ്ച് 0 to infinity ആണ്. പക്ഷെ ഞാൻ ഇത് കൃത്യമായിട്ടൊരു സംഖ്യയിലേക്ക് കൊണ്ടുവയ്ക്കാം. ഞാനത് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി 4ലേക്ക് വെച്ചു. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. ആദ്യത്തെ ഫംഗ്ഷൻ എഫിൻ്റെ റേഞ്ച് 0 to infinity. പക്ഷേ പുതിയ ഫംഗ്ഷനായിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് 4ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 4 to infinity ആണ്. അപ്പോൾ റേഞ്ചിന് മാറ്റം വരുന്നുണ്ട്. വേണമെങ്കിൽ മാറ്റം വരാം, എല്ലാത്തിനും മാറ്റം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലതിന് മാറ്റം വരാം, വരാതിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ചേഞ്ച്
എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ഡൊമെയിൻ ബട്ട് റേഞ്ച് മേ ചേഞ്ച്. ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി എക്സ് ക്യൂബിന് ചേഞ്ച് ഇല്ല, പക്ഷേ എക്സ് സ്ക്വയറിന് ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും നേരത്തെ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാവും, മോഡ്ലെസ് എക്സിന് ചേഞ്ച് ഉണ്ടാവും, എക്സ് ക്യൂബിന് ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സ് റൈസ് ടു ഓഡ് നമ്പേഴ്സ് വരുന്ന ഒന്നും ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇതും മറ്റൊരു ഒബ്സർവേഷനാണ്. അതാണ് നമ്മൾ ഈ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ടിവിറ്റി 2.2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. അവിടെയും എഫ് ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ. പിന്നെ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ എ മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് ജിയുടെ മാറ്റങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഇൻപുട്ട് ബോക്സ് എഫിനും എയ്ക്കും ക്രിയേറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകൾ ഇതിൻ്റെ ചേഞ്ചുകൾ മാറ്റി അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ. ഞാൻ ഒരു ജിയോജിബ്ര ഫയൽ തുറന്നു. നേരത്തെ തുടർച്ചയായതുകൊണ്ട് തന്നെ ഞാൻ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സ്ക്വയർ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്, സ്ലൈഡർ നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ്, സ്ലൈഡർ ഇൻപുട്ട് ബോക്സ്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമുക്കതിൽ വേണ്ടത് ജി ഓഫ് എക്സ് കൊടുക്കണം. അപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ എക്സ് പ്ലസ് എ എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഞാൻ നേരത്തെ ആനിമേഷൻ കൊടുത്തിരിക്കുന്ന അതാണ്, അത് തന്നെ ആ വിൻഡോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് അനിമേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മാറ്റം കാണുമ്പോൾ നമുക്കറിയാം ഇത് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് അതിൻ്റെ ഷിഫ്റ്റിംഗ് വരുന്നത് എന്ന് പറയും. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തി. ഇപ്പോൾ എയുടെ വില നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഇവിടെ 3.3 ആണ്, അതുകൊണ്ട് എക്സ് മൈനസ് 3.3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആ ഫങ്ഷൻ ഗ്രാഫ് നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ്റെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് എത്ര യൂണിറ്റ് മാറി എന്ന് പറയാം? 3.3 യൂണിറ്റ് മാറി എന്നറിയാം. ഞാനിതൊരു ഒരു കൃത്യമായിട്ടൊരു നമ്പറിലേക്ക് കൊണ്ടുവയ്ക്കാം, -3. അപ്പോൾ നമുക്ക് കുറച്ച് പറയാൻ എളുപ്പമുണ്ട്. നേരത്തെയുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്നും ഇവിടെ -3 ആണ്, 3 യൂണിറ്റ് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 3 യൂണിറ്റ്സ് മാറി. അതുപോലെ ഇത് പ്ലസ് ആകുമ്പോൾ ഞാൻ പ്ലസ് ആയിട്ടൊരു സംഖ്യയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്, ഞാൻ 2ലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് 2 യൂണിറ്റ് മാറി ഫംഗ്ഷൻ വന്നു. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫും ശ്രദ്ധിച്ചറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ സാധാരണ നമ്മുടെ പ്ലസ് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് എന്നൊരു ധാരണ വരും, അങ്ങനെയല്ല തിരിച്ച് ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒബ്സർവേഷനാണ്. അതായത് ഇത്തരത്തിലുള്ള മാറ്റമാണ് നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഷിഫ്റ്റിംഗ് വിൽ ബി അലോങ് എക്സ് ആക്സിസ്. ഇനി എക്സ് ആക്സിസിലാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചിനും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ചില ഫംഗ്ഷനുകളുണ്ട്. ഒന്ന് ABS(x), അതുപോലെ അല്ലെങ്കിൽ മോഡുലസ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, അതുപോലെ എക്സ് ക്യൂബ് ഒക്കെ പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ ഈ കിടക്കുന്ന ഫംഗ്ഷനാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ് സ്ക്വയർ ആണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഡൊമൈൻ രണ്ടിൻ്റെതും 6 ആണെന്നതിൽ നമുക്ക് ക്ലിയറാണ്. രണ്ടിൻ്റെയും 6 ആണ്, റേഞ്ചും സെയിം ആണ്. ഇപ്പോൾ റേഞ്ചിന് മാറ്റമില്ല എന്നിവിടെ നമുക്ക് പറയാം. ഇനി വേണമെങ്കിൽ ഞാൻ ABS(x) കൂടെ ഒന്ന് എടുക്കാം. ABS(x), മോഡുലസ് എക്സ്. ഓക്കെ, ഇതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ചിന് മാറ്റമില്ല എന്നുള്ളത് ക്ലിയറാണ്. ഡൊമൈനിന് മാറ്റമുള്ള ഡൊമൈനിലൂടെയാണിത്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്.
അതുകൊണ്ട് ഡൊമൈൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കണം. എന്തായാലും റേഞ്ചിന് മാറ്റമില്ല എന്നിവിടെ ക്ലിയർ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കൂടെ എടുക്കാം. അപ്പം ഫ്ലോർ എക്സ് നമ്മുടെ മാറ്റം ഹൊറിസോണ്ടലി ആയതുകൊണ്ട് റേഞ്ച് മാറ്റം ഉണ്ടാവില്ല, കാരണം അതിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നതുകൊണ്ട് റേഞ്ചിന് മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പിക്കാം. റേഞ്ചിന് മാറ്റം ഉണ്ടാകും, കാരണം അതിൻ്റെ ഒരു എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഒരു ചലനമായതുകൊണ്ട് അതിന് മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഫംഗ്ഷൻ ഒന്ന് ഈ രീതിയിൽ മാറ്റുകയാണ്, 1/x എന്നുള്ള രീതിയിൽ മാറ്റുക. 1/x ഇപ്പോൾ 1/x കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ 1/x ആണ്. 1/x നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് 0. നമ്മൾ ഒന്നാമത്തെ ലാബിൽ പഠിച്ചൊരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, ഒരു ഡൊമൈനിൽ 0 ഉണ്ടാവില്ല, r-0 ആണ് ഡൊമൈൻ. ഞാനിത് കൃത്യമായിട്ടൊരു സംഖ്യയിലേക്ക് കൊണ്ടുവയ്ക്കാം. ഞാൻ തൽക്കാലം 4ലേക്ക് വയ്ക്കാം. 4ൽ വെച്ചു. 4ൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. g(x) 1/x+4 ആണ്. ആ x+4 -4ൽ ഡിഫൈൻഡ് അല്ല. ഇനി ഇത് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ 4ലേക്ക് വെച്ചത്. ഇനി ഇങ്ങനെ ഇപ്പോൾ ദ ഫംഗ്ഷൻ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് -3.5. 3.5 അത് ഡിഫൈൻഡ് അല്ല അല്ലേ? അപ്പോൾ ഇവിടെ ഡൊമൈനിൽ മാറ്റമുണ്ടാകും, വേണമെങ്കിൽ മാറ്റമുണ്ടാകാം, ക്യാൻ ചേഞ്ച്, ബട്ട് റേഞ്ചിൽ ഒരു കാലത്ത് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു മറ്റൊരു ഒബ്സർവേഷനാണ്. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ, അതായത് g(x) = f(x+a) എന്നുള്ള മാറ്റമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റേഞ്ചിൽ ഒരു കാലത്ത് മാറ്റം ഉണ്ടാവില്ല, ബട്ട് ഡൊമൈൻ മാറ്റം ഉണ്ടാകാതിരിക്കാം, മേ ചേഞ്ച്. അപ്പോൾ ഇതുപോലുള്ള ചില ഫംഗ്ഷനുകൾ മാറ്റം ഉണ്ടാവും, നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷനിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇത് മറ്റൊരു ഒബ്സർവേഷനാണ്. ആക്ടിവിറ്റി 2.3 റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ് -f(x). മൂന്നാമത്തെ ആക്ടിവിറ്റിയുടെ പ്രൊസീജിയേഴ്സ് ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ജിയോജിബ്ര ഫയൽ തുറന്ന് f(x) x² ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. g(x) - f(x) എന്നുള്ള ഇൻപുട്ട് കൊടുക്കണം. ഈ രണ്ട് ഗ്രാഫും കൂടെ കമ്പയർ ചെയ്യുക, അതിൻ്റെ ഒബ്സർവേഷൻസ് ഒക്കെ രേഖപ്പെടുത്തുക. f(x)ന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഫംഗ്ഷൻ ഒരു 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിൻ്റെ മറ്റ് ചില പ്രത്യേകതകളൊക്കെ ഗ്രാഫ് രണ്ടും ഒബ്സർവ് ചെയ്തിട്ട്, അതായത് എഫും ജിയും ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ പ്രത്യേകത എഴുതാനാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ജിയോജിബ്ര വിൻഡോ തുറന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് f(x) x² വരയ്ക്കാനാണ്. ഞാൻ f(x) = x² ഗ്രാഫ് വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്നത് g(x) = -f എന്നുള്ള ഇൻപുട്ട് കൊടുക്കാനാണ്. -f എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ രണ്ടും കണ്ടാലിപ്പോൾ നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാഫ് എക്സ് ആക്സിസ് റിഫ്ലക്റ്റ് ചെയ്ത് താഴോട്ട് വന്നതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഗ്രാഫ് ഇല്ലേ y കോർഡിനേറ്റ് ആണല്ലോ ഈ f(a) എന്ന് പറയുന്നത്, y കോർഡിനേറ്റ് ആണ്. അപ്പോൾ f(a) എന്ന് പറയുന്ന പോയിന്റുകളുടെ കൂട്ടമാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ g എന്ന് പറയുന്നത് -f ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന y കോർഡിനേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് എക്സ് ആക്സിസിനെ റിഫ്ലക്റ്റ് ചെയ്ത് താഴോട്ട് വരും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പോയിൻ്റ് കണക്കാക്കുകയാണെങ്കിൽ 2, 4 ആണെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് 2 - 4 ആയിരിക്കും, അതിവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കത് ഒബ്സർവ് ചെയ്യാം. ഒരു പോയിൻ്റൊക്കെ എടുത്ത് 2-3 പോയിൻ്റൊക്കെ എടുത്ത് നമുക്ക് അതിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ -f(x) എന്ന് പറയുന്ന മാറ്റമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ the graph of original function is shifted about x axis.
എക്സ് ആക്സിന് റിഫ്ലക്റ്റ് ചെയ്ത് അത് താഴോട്ട് വരും. റിഫ്ലക്റ്റഡ് എബൌട്ട് എക്സ് ആക്സിസ്. ഇനി അതിൽ കുറച്ച് ഫങ്ഷൻസ് കൊടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ആദ്യത്തെ ചോദ്യം തന്നെ എക്സ് സ്ക്വയർ +2 വരുമ്പോൾ ഉള്ള മാറ്റമാണ്. അപ്പോൾ ഞാൻ +2 കൊടുത്തു. ഓക്കെ, +2 കൊടുത്തപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്തത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പോയിൻ്റ് 0,2 ആണ്. 2ൻ്റെ ഫ്രണ്ടിൽ മൈനസ് വരുന്നതുകൊണ്ട് നേരെ താഴോട്ട് പോയി. ബാക്കി എല്ലാ പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത് റിഫ്ലക്റ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡൊമൈനിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഡൊമൈനിൽ നിന്ന് മാറ്റം വരുന്നില്ല, കാരണം ഇത് എക്സ് ആക്സിസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈനിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം. പക്ഷേ റേഞ്ചിൽ ഇവിടെ മാറ്റമുണ്ട്. കാരണം ആദ്യത്തതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ആദ്യത്തത് ഈ ഒരു ഓറഞ്ച് കളറിലുള്ളതാണല്ലോ, അതിൻ്റെ റേഞ്ച് 0 to infinity ആണ്. പക്ഷേ രണ്ടാമത്തേൻ്റെ റേഞ്ച് -∞ to -2 വരെയാണ്. അപ്പം ഇവിടെ റേഞ്ചിന് മാറ്റമുണ്ട്. പക്ഷേ ഇത് എക്സ് ക്യൂബ് ആണെങ്കിൽ, ഞാൻ ഇത് മാറ്റിയിട്ട് എക്സ് ക്യൂബ് എന്നുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടിൻ്റെയും റേഞ്ച് 6 ആണ്. ദർ ഈസ് നോ ചേഞ്ച്. അപ്പോൾ നമുക്ക് പറയാം -f of x എന്നുള്ള രീതിയിലുള്ള മാറ്റമാണ് വരുന്നതെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ഡൊമൈൻ ബട്ട് മേ ചേഞ്ച് ഇൻ റേഞ്ച്. എൻ്റെ റേഞ്ചിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം, വരാതിരിക്കാം. ഫങ്ഷൻ ഡിപ്പെൻഡ് ചെയ്യും എന്നർത്ഥം. ഇനി അതിൽ പറഞ്ഞിട്ടുള്ളത് x² -1 ആണ്. ഞാൻ x² -1 ഇൻപുട്ട് ചെയ്യുന്നു. x² -1 എന്ന് പറയുമ്പോൾ തന്നെ ഒരു യൂണിറ്റ് താഴോട്ടായി എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്കറിയാം. ഇത് എക്സ് ആക്സിന് റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഭാഗം, ഈ -1 തൊട്ട് 1 വരെയുള്ള ഭാഗം മേലോട്ട് പോകണം. ബാക്കിയുള്ള 1 തൊട്ട് ഇൻഫിനിറ്റിയിലോട്ടുള്ള ഭാഗം താഴോട്ട് വരണം. -∞ മുതൽ -1 വരെയുള്ള ഈ ഒരു ഭാഗം ഇതിന് താഴോട്ടും വരണം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ABS x -1 ആണ്. അപ്പോൾ അതും ഈ ഗ്രാഫ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ പറഞ്ഞിട്ടുള്ള ഈ ഫങ്ഷൻസൊക്കെ ഇത്തരത്തിൽ മാറ്റം വരുത്തിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഡൊമൈനിൽ മാറ്റം ഉണ്ടാവില്ല, പക്ഷേ റേഞ്ചിൽ മാറ്റം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അപ്പോൾ ഇത്തരം ഒബ്സർവേഷനൊക്കെയാണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നതും നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ. ആക്ടിവിറ്റി 2.4 റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ് f of -x. നാലാമത്തെ ആക്ടിവിറ്റിയുടെ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് f of x x³ എന്ന് പറഞ്ഞ ഗ്രാഫ് വരയ്ക്കണം. തുടർന്ന് g of x = f of -x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യണം. ഈ രണ്ട് ഗ്രാഫും തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് f of x g of x കമ്പയർ ചെയ്യുക. എഫിന് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണം. ഈ പറഞ്ഞിട്ടുള്ള 5 ഫങ്ഷൻസുകൾ അതിൽ ഇൻപുട്ട് ചെയ്ത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് മറ്റു ചില പ്രത്യേകതകളൊക്കെ പരിചയപ്പെടലാണ് നമ്മൾ ഈ നാലാമത്തെ ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. ഞാൻ ആ ജിയോജിബ്ര ഫയൽ നേരത്തെ തന്നെ എടുത്തു. f of x x² എന്നുള്ള ഗ്രാഫാണ് കിടക്കുന്നത്. ക്യൂബ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ക്യൂബ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ച് ഞാനത് മാറ്റും, ക്യൂബ് എന്നുള്ളത്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് g of x = f of -x എന്ന് ഇൻപുട്ട് കൊടുക്കാനാണ്. -x എന്ന് ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് വ്യത്യസ്ത കളറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് 0 തൊട്ട് അങ്ങോട്ടുള്ളൊരു ഭാഗം y ആക്സിസിന് ഇപ്പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും.
കാരണം 1 1 എന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ 1 1 എന്ന -1 എന്ന പോയിൻ്റ് ഉണ്ട്. ഇനി നമുക്ക് 2 കൊടുക്കുകയാണെങ്കിൽ 2 8 ആണ്, ഇവിടെ 2 8 ഉണ്ട്, അതുപോലെ -2 8 ഇവിടെ ഉണ്ട്. അപ്പോൾ അത് y ആക്സിസിന് റിഫ്ലക്റ്റ് ചെയ്തതാണെന്ന് നമുക്ക് ഒന്ന് ഉറപ്പിക്കാം. പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ട് ഉറപ്പിക്കണമെങ്കിൽ മറ്റ് ചില ഫംഗ്ഷനുകളിലും കൂടെയൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഈ കാര്യം തീരുമാനിക്കാൻ. നമുക്ക് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് 1/x കൊടുക്കാനാണ്. 1/x ഇൻപുട്ട് ചെയ്തു. അപ്പോൾ 1/x കണ്ടാൽ അറിയാം ഇതിനെ y ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നതിനെ y ആക്സിസ് റിഫ്ലക്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഡൊമൈനും റേഞ്ചും സെയിം ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ആദ്യത്തിൻ്റെ ഡൊമൈനും r-0, റേഞ്ചും r-0. g(x)ൻ്റെ ഡൊമൈനും റേഞ്ചും സെയിമാണ്, r-0 ആണ്. അപ്പോൾ ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഒന്ന് ഇൻപുട്ട് ചെയ്യാം. floor x. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൊമൈൻ r ആണ്, റേഞ്ച് r ആണ്. ഈ പറഞ്ഞ പോലെ y ആക്സിസിന് റിഫ്ലക്റ്റ് ചെയ്താണ് എന്നൊക്കെ നമുക്കതിന് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. ഇനി അതിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ചോദ്യം എടുക്കാം. x-2 ദ ഹോൾ സ്ക്വയർ ഒന്ന് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. അതിനെ y ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ് നമ്മുടെ g(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി ഇപ്പോൾ ഇവിടെ y ആക്സിസിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡൊമൈൻ മാറാനൊരു സാധ്യതയുണ്ട്. പക്ഷേ റേഞ്ചിന് ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം y ആക്സിസിന് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് റേഞ്ചിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇവിടെ ഡൊമൈനിന് മാറ്റം സംഭവിക്കാം. നമുക്ക് ഇപ്പോൾ കാണുന്ന ഫംഗ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ അവിടെ ഇൻപുട്ട് ചെയ്ത് നോക്കാം. അതായത് 1/x-1 ഞാൻ ഇൻപുട്ട് ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നമുക്ക് r-1 ആണ്. പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ പോലുള്ള റിഫ്ലക്ഷൻ നടത്തിയ y ആക്സിസിന് റിഫ്ലക്ഷൻ നടത്തി കിട്ടിയ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നത്. അത് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് -1. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ r-1 ആണ്. അതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ r-1 അപ്പോൾ ഡൊമൈനിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, റേഞ്ചിൽ മാറ്റമില്ല എന്നാണ്. രണ്ടിൻ്റെയും റേഞ്ച് r-0 ആണ് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ g(x) = f(-x) എന്ന് പറയുന്ന ഒരു ചേഞ്ചാണ് നമ്മൾ f എന്ന ഫംഗ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അത് y ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത് ഇതിൻ്റെ റേഞ്ചിൽ മാറ്റം ഉണ്ടാവില്ല ഈ ചേഞ്ച് വരുത്തിയാൽ. പക്ഷേ ഡൊമൈനിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ മാറാം, ചില ഫംഗ്ഷനിൽ അത് മാറ്റം ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ 4ാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.